എന്താ അന്വേഷിച്ച് നോക്കിയോ? എല്ലായിടത്തും അന്വേഷിച്ച് നോക്കി, അവിടെ എങ്ങും ഇല്ല. ശരി, വേറെ എവിടെയെങ്കിലും പോയി നോക്കാം. കേറിക്കോ, പോവാം. എന്താ പുതിയതാ? തന്നെ മോളെ. ഈ കൊച്ചുണ്ടല്ലോ കോഴിക്കോട് നിന്ന് വീട് വിട്ട് ഒളിച്ചോടി വന്നതാ. വന്ന സ്ഥലത്ത് വെച്ച് ഒരു നാറി ഇവളെ പറ്റിച്ചു. പിന്നെ സിനിമയില് ചാൻസ് വാങ്ങിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ്. ഏയ്, എന്ത് പറഞ്ഞ അവളെ വിളിച്ചോണ്ട് വന്നത്? അദ്ദേഹം എല്ലാം പറഞ്ഞു തന്നെ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. എനിക്ക് പൂർണ്ണ സമ്മതമാ. നാടും പേരും അറിയാത്ത ഒരുത്തൻ എന്നെ നന്നായിട്ട് പറ്റിച്ചു. ഓക്കെ, എവിടെയാ സ്ഥലം? കോഴിക്കോട്. ഏതുവരെ പഠിച്ചു? 10th. നിന്റെ വീട്ടിൽ മൊത്തം എത്ര പേരുണ്ട്? അമ്മയും 2 സഹോദരിമാരും, പിന്നെ അനിയൻ. അച്ഛനില്ല. അപ്പൊ നിന്റെ അമ്മ ജോലിക്ക് പോകുന്നുണ്ടോ? അമ്മ ഒരു ടെക്സ്റ്റൈൽസ് ഓണറിന്റെ പേഴ്സണൽ സെക്രട്ടറി. ഓക്കെ ഓക്കെ, മനസ്സിലാവുന്നുണ്ട്. ഡി, ഇവളുടെ അഡ്രസ് വാങ്ങിച്ചു വെക്ക്. പ്ലീസ്, എന്നെ നാട്ടിലേക്ക് അയക്കരുത്. എനിക്ക് പോവാൻ പറ്റില്ല. ഞാൻ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എന്തു വേണോ ചെയ്യാം. ഏയ്, ഇവിടെ വന്ന കരയാനേ പാടില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം. ശരീരം, മനസ്സ്, വികാരം എല്ലാം മറന്നിട്ട് എല്ലാവരും കാണുന്നത് പോലെ ചിരിക്കണം. കാരണം കാണുന്ന ഓരോ പല്ലിനും ഓരോ റേറ്റാ. ഓക്കെ ആണോ? സന്തോഷായിട്ടിരിക്കും. നിനക്ക് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് 60 നിനക്ക്, 40 എനിക്ക്. നീ സന്തോഷമായിട്ടിരുന്നാലല്ലേ എനിക്ക് സന്തോഷം ഉണ്ടാവൂ. നിനക്ക് ഇഷ്ടമുള്ള കാലം വരെ ഇവിടെ നിൽക്കാം. അതേസമയം ഇഷ്ടമില്ലാന്ന് തോന്നിയാ പോവാൻ ചെയ്യാം. നിന്നെ പോലെ ജീവിതം നശിച്ചുപോയ പെൺകുട്ടികൾക്ക് ഇത് തൽക്കാലം ഒരു ശരണാലയം. മായ. യെസ് മാം. ആ മായേ, ഇവളെ കൂട്ടിക്കൊണ്ട് പോയി ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ അൾട്രാ മോഡേൺ ആയിട്ട് മാറ്റണം. ഓക്കെ? ആ, പോയിക്കോ. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേ. ധനലക്ഷ്മി, ഇത് വെച്ച് നിന്റെ ശരീരത്തിലെ അഴുക്ക് മാത്രമല്ല, നിന്റെ മനസ്സിലിരിക്കുന്ന അഴുക്കും നല്ല വൃത്തിയായിട്ട് കഴുകി കളഞ്ഞിട്ട് വേണം വരാൻ. ഇന്ന് മുതൽ നിന്റെ ജീവിതത്തില് ഒരു പുതിയ അധ്യായം തുടങ്ങാൻ പോവാണ്. പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ. സൂപ്പർ ആയിട്ടുണ്ട്. മുതൽ നിന്റെ പേര് ധനലക്ഷ്മി എന്നല്ല, ആശാന്ന് വെച്ചോ.
ആശ ആശ ഹലോ, ഞാൻ ആശയ സംസാരിക്കുന്നത്. അതേന്നേ, ഞാൻ ആശയ സംസാരിക്കുന്നത്. ആശ നല്ലതല്ലല്ലോ. ആശ എന്ന് പറയുന്ന പേരിൽ ഒരു കിക്കില്ലല്ലോ. ഞാൻ റോസിന്ന് മാറ്റിക്കോട്ടെ. കൊള്ളാലോ, വളരെ നല്ല പേര്. റോസി, ബ്യൂട്ടിഫുൾ നെയിം. നന്നായിട്ടുണ്ട്, കണ്ടിന്യൂ ചെയ്തോ. ചേച്ചി അണ്ണനും കൂടെ നാട് വിട്ട് ഓടി വന്നതാണോ? ഡാ, ചേച്ചിക്ക് ദേഷ്യം വന്നു തോന്നണടാ. ആ സമയം ഇത്ര ആയല്ലോ. രണ്ടുപേരോട് കിടന്ന് ഉറങ്ങുകയാണോ? സുബ്രഹ്മണ്യ, എടാ സുബ്രഹ്മണ്യ, എണീക്കടാ മോളെ, എഴുന്നേക്ക്. ഇതുവരെ ഉറക്കം തീർന്നില്ലേ? എടാ ചെക്ക, മണി 8 ആയിട്ട് നിങ്ങളെ ഉറക്കം ഇതുവരെ തീർന്നില്ലേ? രാത്രി ഉറങ്ങാൻ ഒരുപാട് സമയമായി. ഇവനെ ചേട്ടൻ വേണോ എന്തെങ്കിലും അഡ്വൈസ് ചെയ്യാൻ? എന്ത് പറ്റി? എന്താ ചെയ്തേ? അവന്റെ വിഷമം ന്യായമുള്ളത് തന്നെയാ, പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്തു. ഇവൻ എന്തെങ്കിലും നിന്റെ അടുത്ത് തെറ്റായിട്ട്? അങ്ങനെയൊന്നുമില്ല. ക്യാരക്ടർ വൈസ് ഹീസ് വെരി പെർഫെക്റ്റ്. പിന്നെ ഇപ്പൊ നിനക്ക് എന്താ പ്രശ്നം? തൂങ്ങിച്ചാവാൻ നോക്കി. എന്ത് തൂങ്ങിച്ചാവാൻ നോക്കിയെന്നാ? എടാ എടാ നശിച്ചവനെ, നിന്നെ ഇതിനു വേണ്ടി എവിടെ ഞാൻ കൊണ്ടുവന്നേ? നീ എന്താ ചെയ്യാൻ നോക്കിയേ? നീ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഞാൻ അകത്താവില്ലായിരുന്നാടാ. എരണം കെട്ട പന്ന നാറി, നീ എന്താടാ ഇങ്ങനെ ആയിപ്പോയേ? അത് പിന്നെ ഞാൻ പെട്ടെന്നൊരു ആവേശത്തിലോ? എടാ, എന്തിനൊക്കെ ആവേശപ്പെടണമെന്ന് അറിയില്ല നിനക്ക്? പ്രേമിക്കുമ്പോ നീയൊക്കെ ആവേശപ്പെടും. മരിക്കാനും ആവേശപ്പെടണോ? ദേ നോക്ക്, പ്രേമിക്കുന്നത് തെറ്റല്ല. പ്രേമം എപ്പോ വേണമെങ്കിലും വരും. അത് എപ്പോ വരും, എങ്ങനെ വരും എന്നൊന്നും ആർക്കും ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാലഘട്ടത്തിൽ അത് തീർച്ചയായും വന്നേ തീരൂ. എന്റെ പൊന്നനിയ, പ്രേമിക്കുന്നവരൊക്കെ മരിക്കാൻ തുടങ്ങിയ ഈ ലോകത്തിൽ 8 വയസ്സിന് മുമ്പോട്ട് ആരും കാണില്ല. പ്രേമം എന്നത് ഒരു സാധാരണ കാര്യമല്ല. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നീ നിന്റെ പെണ്ണിനെ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. അതാദ്യം മനസ്സിലാക്കടാ. ഇതാ. വളരെ നന്ദിയുണ്ട് കൊച്ചേ. സുബ്രഹ്മണ്യ, നിനക്കൊരു ആട്ടോ റെഡിയാക്കി തരാം. ഞാൻ ദാ ഇപ്പൊ വരാം. ഇങ്ങനെ ഓടിക്കാൻ തുടങ്ങിയ 2 വർഷവും മര്യാദയ്ക്ക് ഓടിക്കാൻ പഠിക്ക്. അങ്ങനെ ഇടത്തോട്ട് പിടിക്ക്. സാറിന്റെ കേസ് ഞാൻ തീർത്തു തരാന്നേ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെന്തിനാ എന്നോട് താങ്ക്സ് ഒക്കെ പറയുന്നേ? സാറിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് സഹായം ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. എന്താ സന്തോഷമായില്ലേ? സർ നമസ്കാരം. സർ കൊള്ളാലോ, തനിക്ക് ഓർമ്മയുണ്ടല്ലോ. എങ്ങനെ സാർ സാറിനെ മറക്കുന്നത്? ദൈവത്തെ പോലെ വന്ന് എന്റെ മാനം കാത്തത് സാറല്ലേ. ആ നന്ദി ഞാൻ മരിക്കുന്നത് വരേക്കും മറക്കില്ല സാറേ. ഞാൻ അങ്ങനെ വലിയ കാര്യം ചെയ്തില്ല, എന്റെ കടമേ ചെയ്തുള്ളൂ. ആട്ടെ, ഇവിടെയാണോ താൻ ജോലി ചെയ്യുന്നത്? അതെ സാർ, ഇവിടെയാണ് എന്റെ ഓഫീസ്. ശരി പോവാൻ നോക്ക്, സമയമായി. ഓക്കെ സാർ, ബൈ. ബൈ. സാർ, ചോദിക്കുന്നോണ്ട് തെറ്റായിട്ടൊന്നും വിചാരിക്കരുത്. ആ കൊച്ചെ അടിപൊളിയാണ് സാർ. പോടോ, പോയി പണി നോക്ക് പോ. എന്തടി, വല്ലാത്ത സന്തോഷത്തിലാണല്ലോ. കണ്ടിട്ട് ലവ് സ്റ്റാർട്ട് ചെയ്ത പോലെ ഉണ്ടല്ലോ. അതല്ലടി, എന്റെ ഫ്രണ്ട് ഒരാള് SC ആയിട്ടുണ്ട്. അയാൾ ഒരുപാട് നാളിന് ശേഷം ഇപ്പോഴൊന്ന് കണ്ടത്. അതാ വല്ലാത്തൊരു സന്തോഷം. നിന്റെ പോക്കത്ര നല്ലതല്ല. ഇത് എവിടെ പോയി അവസാനിക്കുമെന്നോ? അങ്ങനെയൊന്നും ഇല്ലടി, ഇപ്പോഴാ ബസ് വാങ്ങിച്ചേ. ഇനി റൂട്ട് കിട്ടിയിട്ട് തീർച്ചയായിട്ടും നിന്നോട് ഞാൻ പറയാം. ആക്സിഡന്റ് ആകാതിരുന്ന കൊള്ളാം. ബൈ ബൈ. എന്താണോ തനിക്ക് കാണു കണ്ടൂടെ? മേഡം, ഞാൻ നോക്കി തന്നെ നടന്നത്. മേഡമാണ് എവിടെയോ നോക്കി വന്നത്. നിന്നെ ഇപ്പൊ കാണിച്ചു തരാടാ. എടി ഓടിക്കോ. എല്ലാത്തിനും നീയുടെ കാരണം. എന്റെ കൈയൊക്കെ ഒറഞ്ഞു, അറിയോ? സാർ, ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. ഇതെന്താ, അമ്മയാണല്ലോ അയച്ചിരിക്കുന്നത്? കൊള്ളാലോ. എന്തായാലും എനിക്ക് അറിയാന്നുള്ള പെണ്ണ് തന്നെയാ. എനിക്ക് വല്ലാതെ പേടിയാവുന്നു. എന്തിന്? നമ്മള് തെറ്റായ സ്ഥലത്താ വന്നിരിക്കുന്നത്. നമുക്കിവിടുന്ന് ഒരിടത്തേക്കും പോവാൻ കഴിയില്ലേ? അറിയാവുന്നവര് വേറെ ആരുമില്ലേ?
ആരും ഇല്ലാത്തോണ്ടാ. ഇത് വലിയ കുഴപ്പം പിടിച്ച സ്ഥലമാ. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇപ്പോഴല്ലേ എന്താ നടന്നേന്ന് നീ കണ്ണുകൊണ്ട് കണ്ടത്. നീ എന്ത് പറഞ്ഞാലും ഇതൊരു തെറ്റായ സ്ഥലമല്ല. ഇവിടെയുള്ളവരെല്ലാവരും നല്ലവരാ. മൽഗോവ, മായ, ഹംസ, ഇപ്പൊ ഇവിടേക്ക് വന്ന ധനലക്ഷ്മി, അവരെല്ലാവരും നല്ലവരാ. പാവം ജീവിതം തൊലച്ചവരെ. അവരെ കൊണ്ട് നമുക്ക് ഒരാപത്തും വരില്ല. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്ക് സുരക്ഷിതമായ ഒരു സ്ഥലം ഇത് മാത്രമാ. ഉം. മോളെ, ഉം? എന്താ വല്ലാതിരിക്കുന്നേ? ഇല്ല ഏട്ടാ, ഒന്നുമില്ല. ഒന്നുമില്ലെന്നോ? ഇതാ കഴിക്കേ, ഇതാ. ഒരു സന്തോഷമുള്ള കാര്യമുണ്ട്. അതെ, സുബ്രഹ്മണ്യൻ ഒരു ആട്ടോ റെഡിയാക്കിയിട്ടുണ്ട്. ഇവനെ ആട്ടോ അടിപൊളിയായിട്ട് ഓടിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച പോലെയല്ല, ഈ സുബ്രഹ്മണ്യൻ ഉണ്ടല്ലോ, എല്ലാം പെട്ടെന്ന് തന്നെ പഠിച്ചു. എന്താ മോളെ, നീ കഴിക്കുന്നില്ലേ? എന്തോ വല്ലാത്തൊരു വിഷമം. ധൈര്യമായിരിക്കണം, ആത്മവിശ്വാസത്തോടെ ഇരിക്കണമെന്നൊക്കെ നീ എപ്പോഴും പറയാറുള്ളതല്ലേ. ഇപ്പൊ എന്ത് പറ്റി നിനക്ക്? ചില സമയത്ത് മനസ്സ് ഞാൻ പറയുന്ന കേൾക്കുന്നില്ല. നീ പറയുന്നത് ശരിയാ മോളെ. പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ടല്ലോ, മനസ്സൊരു കുരങ്ങാണെന്ന്. ചില സമയങ്ങളില് മനസ്സ് പോകുന്ന വഴിയെ നമ്മളും പോകുന്നതാണ് നല്ലത്. എന്ന് വെച്ച് നീ ഒന്നും കഴിക്കാതിരിക്കല്ലേ. മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിലേ ശരീരത്തിന് ആരോഗ്യമുണ്ടാവും.